കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഷാലോം ടൈമിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇപ്രകാരം ലോകമെമ്പാടും പല മീഡിയയിൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും ഈ നാളുകളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ കേൾക്കുവാനായിട്ട് നിങ്ങളുടെ സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയാൽ അനുഗ്രഹമാകുന്നുവെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. അതുപോലെ തന്നെ ഇമെയിലിൽ കൂടെ ഞങ്ങളോട് പ്രതികരിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം, ഇമെയിലിൽ കൂടെ ബന്ധപ്പെടാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനായി നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് പഴയ നിയമ ദേവാലയത്തിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. പഴയ നിയമ ദേവാലയത്തിൻ്റെ 2 ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട 5 ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്നാൽ അടുത്തതായിട്ടുള്ള ദേവാലയത്തിൻ്റെ 3ാമത്തെ സ്ഥലമായ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം. നമ്മൾ അടുത്തതായി കാണുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം അവിടെ തൂക്കപ്പെട്ടിരിക്കുന്ന തിരശ്ശീലയാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തിരശ്ശീല നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം അതിൻ്റെ 26ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ തിരശ്ശീലയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ എബ്രായ വാക്ക് ഫൊറോഖേത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോൾ 3 വാതിലുകൾ ആ ദേവാലയത്തിന് നമുക്ക് മുമ്പോട്ട് അടുത്ത് ചെല്ലുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഒന്ന് പ്രാകാരത്തിൻ്റെ വാതിലാണ്. രണ്ടാമതായിട്ട് മറശ്ശീല തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനായിട്ട് കാണുവാനായിട്ട് കഴിയും. അതിനെ തുടർന്നുള്ള ഒരു സ്ഥലമാണ് തിരശ്ശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു 10 മുഴം നീളമുള്ളതായിട്ടും 10 മുഴം വീതി ഉള്ളതായിട്ടുമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വലിയ ഒരു കർട്ടനാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മളിവിടെ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഈ തിരശ്ശീല യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ട് ദൈവവചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഈ തിരശ്ശീല ഇതെങ്ങനെ തൂക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 4 തൂണുകളിൽ അത് തൂക്കപ്പെട്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഖദിരമരം കൊണ്ടുണ്ടാക്കിയ ആ തൂണുകളിന്മേൽ അത് പൊന്നുകൊണ്ട് പൊതിയുകയാണ്. പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആ തൂണുകളിന്മേൽ തൂക്കപ്പെട്ടിരിക്കുന്ന വളയങ്ങളിൽ തൂക്കപ്പെട്ടിരിക്കുന്ന സ്വർണ്ണ വളയങ്ങളിൽ തൂക്കപ്പെട്ടിരിക്കുന്ന തിരശ്ശീലയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് 4 സ്തംഭങ്ങളിൽ അഥവാ 4 തൂണുകളിൽ അത് തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ അവിടെ 2 തൂണാകാമായിരുന്നു, 3 തൂണാകാമായിരുന്നു, 5 തൂണാകാമായിരുന്നു. എന്നാൽ ദൈവം എന്തുകൊണ്ടാണ് ഈ തിരശ്ശീല 4 തൂണുകളിൽ തൂക്കിയിരുന്നത്? നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഇതിൻ്റെ പൊരുൾ വരുമെന്ന് ദൈവത്തിൻ്റെ മുന്നറിവിൽ അറിയാമായിരുന്നത് കൊണ്ടാണ് ദൈവം ഈ തൂണുകൾ 4ആക്കി വെച്ചിരിക്കുന്നത്. 4 തൂണുകൾ എന്തിനെയാണ് കാണിക്കുന്നത്? ഈ തിരശ്ശീല യേശുക്രിസ്തുവിനെ കാണിക്കുകയാണെങ്കിൽ 4 തൂണുകൾ 4 സുവിശേഷങ്ങളെ നമുക്ക് ചിത്രീകരിക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന 4 തൂണുകൾ 4 സുവിശേഷങ്ങളാണ്. മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും സുവിശേഷങ്ങൾ, ഇങ്ങനെ 4 വിധത്തിലുള്ള സുവിശേഷങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സുവിശേഷം ഒന്നേ ഉള്ളൂ, 4 പേര് എഴുതിയിരിക്കുന്നു. എന്തിനാണ് ഈ 4 പേരെ കൊണ്ട് സുവിശേഷം എഴുതിയത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിൻ്റെ മക്കളെ, 4 സുവിശേഷങ്ങൾ
അല്ല ഉള്ളത്, ഒരു സുവിശേഷമേ ഉള്ളൂ. പക്ഷേ 4 പേരെ കൊണ്ട് എഴുതിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആ ദിവ്യമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി ദൈവം ഒരു സുവിശേഷം എഴുതിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ദൈവം 4 പേരെ കൊണ്ട് എഴുതിപ്പിക്കുവാനുള്ള കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വം വിവിധ നിലയിൽ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ഒരു വീട് ഒരാൾ കണ്ട് എഴുതുന്നതും അത് 4 വശത്ത് നിന്ന് 4 പേർ നോക്കി എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവവും യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ ദൈവത്തോടുള്ള ബന്ധവും യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ എല്ലാ ജീവിതത്തിൻ്റെ വശങ്ങളും മാത്രമല്ല, സ്വർഗീയമായി തനിക്കുണ്ടായിരുന്ന വശങ്ങളും അവൻ്റെ ശിഷ്യന്മാരാകുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അവരെ 4 പേരെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ മത്തായി പറയുന്നത് പോലെയല്ല, യോഹന്നാൻ പറയുന്നത്, ലൂക്കോസ് പറയുന്നത് പോലെ അല്ല മർക്കോസ് പറയുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ആദ്യമായി നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഒരു യഹൂദന്മാരുടെ രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മത്തായി 2-ാം അധ്യായത്തിന് 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവായിട്ട് ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അവന് ഒരു ദാസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നമ്മൾ ദൈവവചനത്തിൽ 10:45 മർക്കോസ് 10:45 വായിക്കുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല വന്നിരിക്കുന്നത്, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തന്നെത്താന് കൊടുക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ദാസനെ പോലെ അവൻ ഈ ലോകത്തിൽ ജീവിച്ചതായിട്ട് മർക്കോസ് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവനെ ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് യേശുക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ 2 സുവിശേഷങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദാസനായി എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ പറയുകയല്ല, മർക്കോസ് അങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം എടുത്ത് വായിച്ചു നോക്കുക. അതിനകത്ത് ഒരു വംശാവലി പറഞ്ഞിട്ടില്ല. ദാസനെ സംബന്ധിച്ചിടത്തോളം, അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് വംശാവലി? അവനൊരു രാജകീയ വംശാവലി പറയാനില്ല. അവൻ ഈ ലോകത്തിലെ മറ്റു പ്രഭുക്കന്മാരെ പോലെയുള്ള ഒരു വംശാവലി പറയാനില്ല. എന്നാൽ തിരുവചനം വളരെ വ്യക്തമായി ഇത് ചിത്രീകരിക്കാൻ വേണ്ടിയാണ് മർക്കോസ് വംശാവലി വിട്ടുകളയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചിത്രീകരിക്കത്തക്കവണ്ണമാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും 4 സുവിശേഷകരും 4 വിധത്തിലാണ് ഈ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരശീലയിൽ നമുക്ക് ഇപ്രകാരം യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് വംശാവലിയില്ല. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് തുടങ്ങുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. നമുക്കിവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെ സംബന്ധിച്ച് മത്തായിയും അതുപോലെ തന്നെ ലൂക്കോസും എഴുതുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് യോഹന്നാൻ ഒന്നും തന്നെ പറയുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തത്തക്കവണ്ണം ഇവിടെ ആ തിരശ്ശീലയിൽ 4 നൂലുകൾ ഉള്ളതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ചില എപ്പിസോഡുകൾക്ക് മുൻപ് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുന്നില്ല. തിരശ്ശീലയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടെ ധൂമ്രനൂല് ഉപയോഗിച്ചിട്ടുണ്ട്, നീലനൂല് ഉപയോഗിച്ചിട്ടുണ്ട്, ചുവപ്പ് നൂല് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പിരിച്ച പഞ്ഞിനൂൽ ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 4 സ്വഭാവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം നമുക്ക് അതിനകത്ത് നിന്ന് ലഭിക്കുന്നു. തിരശ്ശീല കാണുന്ന ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യത
കാണുവാനായിട്ട് കഴിയും. അതായത് യേശുക്രിസ്തുവിന്റെ സ്ഥാനമാനങ്ങൾ എങ്ങനെയാണ് എന്നുകൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, അവന്റെ ധൂമ്ര നൂൽ എന്ന് പറയുന്നത് അവന്റെ രാജത്വത്തെ കാണിക്കുകയാണ്. നീല എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുപോലെ അത് സ്വർഗീയത്തെയാണ് കാണിക്കുന്നത്. നീല ആകാശത്തെ, ഹെവൻസിനെ കാണിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് അവൻ സ്വർഗീയനായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് അവിടെ നമ്മൾ കാണുന്നത് ചുവപ്പ് നൂലാണ്. യേശുക്രിസ്തുവിന്റെ ബലിയെയാണ് അത് കാണിക്കുന്നത്. കർത്താവ് ബലിയായി തീർന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താലാണ് ദൈവമക്കൾക്ക് വീണ്ടെടുപ്പ് ആയിത്തീർന്നിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. പിരിച്ച പഞ്ഞിനൂൽ എന്തിനാണ് കാണിക്കുന്നത്? പഞ്ഞി വെള്ളയാണെന്ന് നമുക്കറിയാം. പഞ്ഞിനൂല് യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയാണ് കാണിക്കുന്നത്. ലോകത്തിൽ അവനെ പോലെ വിശുദ്ധനായി ജീവിച്ചവർ ആരുണ്ട്? അവന്റെ ജന്മത്തിൽ പാപമില്ല, അവന്റെ കർമ്മത്തിൽ പാപമില്ല. ആരോ ഒരു ദൈവദാസൻ പറഞ്ഞു, അവൻ ജനിച്ചപ്പോൾ വിശുദ്ധനായി ജനിച്ചു, അവൻ ജീവിച്ചപ്പോൾ വിശുദ്ധനായി ജീവിച്ചു, മരിച്ചപ്പോഴും വിശുദ്ധനായി ജീവിച്ചു. അങ്ങനെ ജീവിച്ചവൻ തേജസ്സുള്ളവനായി ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുകയുണ്ടായി. നമ്മൾക്കും അത് അനുഭവമാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിനെ തിരശ്ശീലയായി നമ്മൾ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് 4 കാര്യങ്ങൾ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു എന്തായി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് 4 സുവിശേഷകരും പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ സംക്ഷിപ്ത രൂപത്തിൽ പൗലോസ് പറയുകയാണ്. ഒന്ന്, അവൻ ദൈവത്തിന് നമ്മൾ യേശുക്രിസ്തു ജ്ഞാനമായി മാറിയതായിട്ട് വായിക്കുന്നു, വിസ്ഡമായിട്ട് മാറിയതായിട്ട് വായിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി നീതിയായതായിട്ട് വായിക്കുന്നു. റൈച്ചസ്നെസ് ഉണ്ടായത്, നീതീകരണം ഉണ്ടായത് യേശുക്രിസ്തു മുഖാന്തരമാണ്. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും, ശുദ്ധീകരണം ഉണ്ടായത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താലാണ് ശുദ്ധീകരണം ഉണ്ടായത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, റിഡംഷൻ അഥവാ വീണ്ടെടുപ്പ് ഉണ്ടായത് യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ അഥവാ യേശുക്രിസ്തുവിലാണ്. നമ്മൾ ഈ തിരശ്ശീല ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുമ്പോൾ ആ 4 തൂണുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ തിരശ്ശീല ശ്രദ്ധിച്ചാൽ യേശുക്രിസ്തുവിനെ അവിടെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ് പഴയ നിയമത്തിൽ ദൈവം നിഴലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചിരുന്നു. പൊരുളായി നമ്മൾ യേശുക്രിസ്തുവിനെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആത്മീയ അനുഭാവികളുമായ ദൈവമക്കൾക്ക് വളരെ സന്തോഷം തരുന്ന ഒത്തിരി വസ്തുത അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ഇതെല്ലാം അവർ വായിച്ചു വിടുകയായിരുന്നു, അവരെ കണ്ണടയുകയായിരുന്നു. എന്നാൽ നമുക്കൊക്കെ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ കാന്ത എന്ന നിലയിൽ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു. നമ്മൾ കാന്ത ആയതുകൊണ്ടാണ് ദൈവം നമ്മുടെ പുരാതന കാലം മുതൽ മറഞ്ഞു കിടന്നിരുന്ന മർമ്മമായ ദൈവസഭയ്ക്ക് ഈ വചനമെല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അവിടുത്തെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈ നാളുകളിൽ വചനത്തോടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുത, ഇതുവരെയും വിശുദ്ധ സ്ഥലത്തെയും നിന്നുകൊണ്ട് ആരാധനയ്ക്കായിട്ട് അവിടെ വരെ ചെന്നുകൊണ്ടിരുന്ന പുരോഹിതന് യാതൊരു തടസ്സങ്ങളുമില്ലായിരുന്നു. അദ്ദേഹത്തിന് വാതിൽമറ ക്രോസ് ചെയ്ത് അകത്തേക്ക് കടന്നാൽ യാഗം കഴിച്ച് ദൈവസന്നിധിയിലോട്ട് വരാം. അത് കഴിയുമ്പോൾ മറശ്ശീല അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, എന്നാൽ മറശ്ശീല നീക്കി അദ്ദേഹത്തിന് അവിടേക്ക് വരാമായിരുന്നു. എന്നാൽ ദിനംതോറും അവസരം ലഭിക്കുമ്പോഴൊന്നും, എല്ലാ ദിവസവും ഒന്നും അവിടേക്ക് വരുവാൻ, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരുവാൻ അവകാശമില്ല. നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, കൂട്ടായ്മയുടെ സ്ഥലമായിട്ടാണ് നമ്മൾ ഈ വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വന്നത്. എന്നാൽ അതിപരിശുദ്ധമായ സ്ഥലം എന്ന് പറയുന്നത്
വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ആരാധനയുടെ സ്ഥലമായിട്ടാണ്. ധൂപത്തിന്റെ സ്ഥലമായിട്ടാണ്. ധൂപവർഗം വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ഒക്കെ ചെയ്യാവുന്ന സ്ഥലമായിരുന്നു. എന്നാൽ അപ്പുറത്തേക്ക് കൂട്ടായ്മയുടെ സ്ഥലമായി അഥവാ ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടറിൽ, ഒരു ഫെലോഷിപ്പിലാകുന്ന ഒരു സമയത്തിലേക്ക്, അതിപരിശുദ്ധമായ സ്ഥലത്ത് അവിടേക്ക് പോകുവാനായി മഹാപുരോഹിതന് അവകാശമില്ല. ആണ്ടിലൊരിക്കൽ മാത്രം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പിച്ചു കൊടുത്ത 7 പെരുന്നാളുകളിൽ ആറാമത്തെ പെരുന്നാളായ മഹാപാപപരിഹാര പെരുന്നാളിൽ, 5-ാമത്തെ പെരുന്നാളായ മഹാപാപപരിഹാര പെരുന്നാളിൽ മാത്രം തനിക്ക് അവിടേക്ക് കയറുവാനായിട്ട് കഴിയത്തുള്ളായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് കയറിപ്പോകാനായി തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്താണ്? ഒരു വലിയ തിരശ്ശീല അവിടെ ഇട്ടിരിക്കുന്നു. ആ തിരശ്ശീല ഇട്ടിരിക്കുന്നത് കൊണ്ട് തനിക്കകത്തേക്ക് കയറിപ്പോകാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു വലിയ വസ്തുത, ഇത്രയുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അധികാരവും അവകാശമൊക്കെ കൊടുത്തിരുന്ന ദൈവം തന്നെ പറയുകയാണ്, നീ കൂടെ ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക് അടുത്തു വരരുത് എന്ന് ദൈവം പറയുകയുണ്ടായി. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 9-10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അഹരോന്റെ മക്കൾ തന്നെ അന്യാഗ്നി കത്തിച്ച് മരിച്ചു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതിനെ തുടർന്ന് ദൈവം അവർക്കൊരു വാണിംഗ് കൊടുക്കുകയാണ്. അഹരോനോടൊരു വാണിംഗ് കൊടുക്കുന്നു. മോശ മുഖാന്തരം അവനോട് പറയുകയാണ്, അഹരോൻ മരിച്ചു പോകാതിരിക്കേണ്ടതിന്, നിന്റെ സഹോദരനായ അഹരോൻ മരിച്ചു പോകാതിരിക്കേണ്ടതിന് കൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളെ, എത്ര ഭയാനകമായ ഒരു കാര്യമാണ് നിങ്ങൾ ഓർക്കുക. ദൈവത്തിന്റെ സന്നിധിയിലോട്ട് കടന്നു ചെല്ലാനായിട്ട് ആർക്കും കടന്നു ചെല്ലാനായിട്ട് കഴിയത്തില്ല. മഹാപുരോഹിതനോട് പറയുകയാണ്, അവന് എല്ലാ അധികാരങ്ങളും എല്ലാം കൊടുത്ത് അവന്റെ വസ്ത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവന്റെ വസ്ത്രങ്ങളൊക്കെ വളരെ വിശേഷപ്പെട്ട വസ്ത്രങ്ങളും അവന് എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അവന് ദൈവസന്നിധിയിലോട്ട് എല്ലായ്പ്പോഴും അടുത്ത് ചെല്ലാനായിട്ട് അധികാരമില്ല, അവകാശമില്ല. അവൻ കയറി ചെന്നാൽ അവരെ പിടഞ്ഞു വീണ് മരിക്കുവാനിടയായി തീരും. ജോസിഫസ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. ജോസിഫസിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്, കർത്താവിൻ്റെ കാലത്ത് പോലും മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരയിൽ നിന്ന് ഒരു വലിയ ചങ്ങലയോ ഒരു വലിയ കയറോ കെട്ടിക്കൊണ്ടായിരിക്കും താൻ അകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? മറ്റൊന്നുമല്ല, അദ്ദേഹം അവിടെ വീണ് മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചെന്ന് എടുക്കാൻ തുടങ്ങിയാൽ, കയറി എടുക്കാൻ തുടങ്ങിയാൽ അവിടെ വീണ മരിക്കാനിടയായിത്തീരും. അതുകൊണ്ട് ആർക്കും അങ്ങോട്ടുള്ള പ്രവേശനമില്ല. അതുകൊണ്ട് ആ ചങ്ങല വലിച്ച് വെളിയിലേക്ക് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി എടുക്കാനേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ വളരെ ഭയത്തോടെയായിരുന്നു അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്നിരുന്നത്. മഹാപാപപരിഹാര ദിവസം എന്ന് പറയുന്ന ആ ദിവസത്തെ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ സാവകാശം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുമ്പോൾ വളരെ ഭയത്തോടെയാണ് കയറിപ്പോകുന്നത്. അദ്ദേഹം ഏറ്റവും കുറഞ്ഞ പക്ഷം 3 പ്രാവശ്യമെങ്കിലും കയറും, 4 പ്രാവശ്യം കയറുമെന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. എന്നാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അദ്ദേഹം 3 പ്രാവശ്യമെങ്കിലും കയറും. ആദ്യം കയറിപ്പോകുമ്പോൾ താൻ ധൂപകലശവുമായിട്ട് കയറിപ്പോകുകയാണ്. ധൂപകലശം കൊണ്ടുവന്ന് വെക്കുകയാണ്. പുക മുഴുവൻ നിറച്ചതിന് ശേഷം ആണ് താൻ അങ്ങോട്ട് ശുശ്രൂഷയ്ക്കായിട്ട് തുടങ്ങുന്നത്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന മഹാപുരോഹിതന് തൻ്റെ കയ്യിൽ നീട്ടിപ്പിടിച്ചിരിക്കുന്ന ആ രക്തത്തിന്റെ പിന്നിൽ ഒരു ധൈര്യം മാത്രമേ ഉള്ളൂ. ഇന്നും ദൈവസ്ഥനിലോട്ട് അടുത്ത് വരുമ്പോൾ നമുക്ക് ഉള്ള ധൈര്യം എന്താണ്? ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ, ദൈവസ്ഥനിലോട്ട് അടുത്ത് ചെല്ലുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഒരു കുഞ്ഞാടിന്റെ രക്തമാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന രക്തം ഒരു താലത്തിൽ വെച്ചും കൊണ്ട് താൻ അങ്ങോട്ട് ദൈവസ്ഥനിലോട്ട് അടുത്ത് ചെല്ലുമ്പോൾ ആ രക്തത്തിന്റെ പിന്നിൽ തനിക്കൊരു ധൈര്യമുണ്ട്. എൻ്റെ പാപങ്ങളെല്ലാം മറയ്ക്കുന്നത് ഈ പരിശുദ്ധ രക്തത്താലാണ്.
ദൈവത്തിന്റെ മക്കളെ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ മറവിൽ എനിക്ക് നിങ്ങൾക്ക് ദൈവസന്നിധിയോട് അടുത്തിയല്ല. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തിയെന്ന് നമ്മുടെ സങ്കടം പറയാം. ഏതർത്ഥരാത്രിയിലും നീ തൊടുന്നത് ആമേൻ ദൈവത്തിന്റെ കൃപാസനത്തിലാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി പുറകോട്ട് പോകേണ്ട കാര്യമില്ല. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയോട്ട് അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു ആളിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾക്ക് ദൈവസന്നിധിയോട് അടുത്ത് വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ, സങ്കടങ്ങൾ ദൈവത്തോട് പറയാം. ആമേൻ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൂടുതൽ ആത്മീയമായി വലിയ അനുഗ്രഹത്തിലേക്ക് നടത്തുവാനായി ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേട്ടുവല്ലോ. തന്റെ ദേഹമെന്ന തിരശ്ശീല കീറിയത് മുഖാന്തരം യേശു ക്രിസ്തു നമുക്ക് ഒരു പുതുവഴി സമ്മാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തത്സമയത്തുള്ള കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം കൃപാസനത്തിന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. ഏത് സമയത്തും നമുക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ആ കൃപാസനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ വിഷയം എന്തു തന്നെയായിരുന്നാലും ആ ആസനത്തിന്റെ പേര് കൃപാസനമെന്നായതുകൊണ്ട് അവിടെ കൃപയുണ്ട്. അവിടെ നമുക്ക് ലഭിക്കാത്ത ഒന്നുമില്ല. അതിൻ്റെ മുകളിൽ അടിച്ചുകൂട്ടിയ ഹല്ലേലൂയ സ്തോത്രം കെരൂബുകളുടെ നടുവിൽ അവരുടെ മുഖത്തിന് കീഴെ കൃപാസനത്തിന്റെ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു കുട്ടി സൂര്യൻ പോലെ ഹല്ലേലൂയ ഒരു ഷെക്കന ഗ്ലോറിയുണ്ട്. ഹല്ലേലൂയ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. നമുക്ക് കരുണ അവിടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് തത്സമയത്ത് ഹല്ലേലൂയ കൃപ അവിടെ നിന്ന് ലഭ്യമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള പ്രയാസമാണെങ്കിലും നമുക്കത് ചുമന്നുകൊണ്ട് അവിടേക്ക് പോകാം. കൃപാസനത്തെ തൊട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വാസ്തവമായി ചില വിടുതലുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ നടക്കും, അത് നിങ്ങളുടെ മാനസിക മണ്ഡലത്തിൽ നടക്കും. ഹല്ലേലൂയ അത് നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് നിങ്ങളുടെ ദേശത്ത് നടന്നിരിക്കും, അത് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നടന്നിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കോടിക്കണക്കിന് രൂപയുടെ കടമാണോ നിങ്ങളുടെ മുമ്പിലുള്ളത്? ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ഭണ്ഡാരം ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് അറിയാത്ത വിധത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം ചിലത് ചെയ്തെടുക്കുവാനായി പോവുകയാണ്. നിങ്ങളുടെ ഭാരം എന്താ? നമുക്ക് കൃപാസനത്തിന്റെ മുമ്പിലേക്ക് കുടഞ്ഞിടാം. അവിടേക്ക് നമുക്ക് ഒരുമിച്ച് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവന്റെ കൃപാസനത്തിൽ നിന്ന് സാധിക്കാത്തത് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. എത്ര കഠിനമായ രോഗമാണെങ്കിലും, ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിരിക്കുകയാണോ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ കീമോതെറാപ്പി എടുത്ത് ഹല്ലേലൂയ നിങ്ങൾ കട്ടിലിൽ തളർന്നു കിടന്നാണോ ഈ പ്രാർത്ഥന കേൾക്കുന്നത്? സ്വർഗത്തിന്റെ കരം, കൃപാസനം നിങ്ങളുടെ ഹല്ലേലൂയ മുറിക്കകത്തേക്ക് ഹല്ലേലൂയ സ്തോത്രം 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 നിങ്ങളുടെ ആ കട്ടിലിനടുത്തേക്ക് ഹല്ലേലൂയ കൃപാസനം, ആ ഷെഖന ഗ്ലോറി കടന്നു വരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിൽ ഹല്ലേലൂയ പാരലൈസ്ഡായി കിടക്കുന്ന ഹല്ലേലൂയ ജീവിതത്തിന്റെ അടുക്കലേക്ക് ഹല്ലേലൂയ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ അവന്റെ ദേഹം എന്ന തിരശ്ശീലക്കിടയിലൂടെ ഹല്ലേലൂയ കൃപാസനത്തിന്റെ അടുക്കലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം. അവന്റെ കരം നിങ്ങൾക്ക് നേരെ നീട്ടുകയാ. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗം നിങ്ങളെ വിടുവിക്കാനായി ഒരുങ്ങുന്നു. പരിശുദ്ധ പിതാവേ, ലോകമ്പാട് ഇരുന്നുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ കരം ആമേൻ ഇന്ന് അവർക്ക് അനുകൂലമായി നീട്ടുന്നതിനായി സ്തോത്രം. അവർക്ക് വേണ്ടി ആമേൻ കീറപ്പെട്ട ഒരു തിരശ്ശീല ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് കരുണ ലഭിപ്പാൻ, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് അടുത്തു വരുന്നു. ദൈവമേ സർവശക്തൻ ഇന്ന് അവർ
അവരെ സൗഖ്യമാക്കണമേ. അവരുടെ ആമേൻ അങ്ങയുടെ അടിപ്പിണരുകളാൽ ഇപ്പോൾ ആ ക്യാൻസർ രോഗികൾ വിടുവിക്കപ്പെടുമാറാകട്ടെ. കർത്താവേ, കാലിന് അസ്വസ്ഥമായി ഭാരം അനുഭവിക്കുന്ന ആ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. ആ മുട്ടിന് താഴെയുള്ള വേദന യേശുവിൻ നാമത്തിൽ മാറിപ്പോകുമാറാകട്ടെ. ആ കുത്തി വലിക്കുന്നത് പോലെയുള്ള വേദന യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകുവാനിടയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, നീ വചനമയച്ച് ആമേൻ അവരെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. കർത്താവേ, അനേകർക്ക് വിടുതൽ കൊടുത്ത് ആമേൻ തളർന്നിരുന്ന ആളുകളെ നീ പിടിച്ചെഴുന്നേൽപ്പിച്ച ദൈവമാണ്. അതുകൊണ്ട് കർത്താവേ, തളർന്ന് ഇപ്പോൾ കട്ടിലിൽ കിടക്കുന്ന വ്യക്തി ഇപ്പോൾ ചാടി എഴുന്നേറ്റ് ആമേൻ ആ റൂമിനകത്ത് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മാവിന്റെ അനുഭവം ഇപ്പോൾ നൽകുവാനിടയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം എളിയവർ ചോദിക്കുന്ന കൃതോന്ന് കേൾക്കണമേ. ആമേൻ.